look at you and it's easy to see you are that someone I've been trying to meet. ഹായ്, ഞാൻ പൂർണിമ. ഹായ്, ഇത് സുജൽ. ഇത് ഞങ്ങളുടെ കുഞ്ഞ് തൻഷിക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തന്നെ പറയാം. പുള്ളിക്കാരിയുടെ പേര് കവിത എന്നാണ്. ഞങ്ങൾ ആക്ച്വലി 7th സ്റ്റാൻഡേർഡിൽ മാത്രമേ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ തമ്മിൽ നല്ലൊരു കണക്റ്റ് ഉണ്ടായിരുന്നു, നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നീട് ലെറ്റേഴ്സും പിന്നെന്താ കാർഡും ഒക്കെ അയക്കുമായിരുന്നു. പിന്നെ അന്ന് ലാൻഡ് ഫോണിലാണല്ലോ, അപ്പോൾ ഫോൺ കോൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കോണ്ടാക്റ്റ് ഞങ്ങൾ നിലനിർത്തി. പിന്നെ എപ്പോഴോ 12th കഴിഞ്ഞ ടൈമിൽ കോണ്ടാക്റ്റ് വിട്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴാണ് പിന്നെ അവളുടെ മാരേജിൻ്റെ ടൈമിലാണ് എന്നെ വിളിക്കുന്നത്. ഞാനപ്പോൾ എംടെക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അതിന് ശേഷം പിന്നെ ഞാൻ ബാംഗ്ലൂരിലായപ്പോൾ പിന്നെയും കണക്റ്റായി. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പം അപ്പോഴത്തേക്കും എനിക്ക് ബേബിയായി. അപ്പം എൻ്റെ ബേബിയുടെ പേര് തൻഷിക എന്നാണ്. കവിതയുടെ കുഞ്ഞിൻ്റെ പേര് തനിഷ്ക എന്നാണ്. അത് ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ഏകദേശം ഒരേപോലെ പേര്. അതേപോലെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ May 17 ആണ്. അവിടുത്തെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ January 17 ആണ്. അതും ഭയങ്കര സെയിം ഏജും. ഓക്കെ, അങ്ങനെ ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ അവസാനമായിട്ട് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2005 എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന്. കോട്ടയത്തായിരുന്നു. അപ്പം പുള്ളിക്കാരത്തി ആ സമയത്ത് കോട്ടയത്തായിരുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവളുടെ വീട്ടിൽ പോയി വിളിച്ചു. അങ്ങനെ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന കല്യാണത്തിന് ഒരുപാട് ഭയങ്കര സന്തോഷമായിപ്പോയി. കാരണം എപ്പോഴാണ് 2002 കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കാണുന്നു. 3 വർഷത്തിന് ശേഷം 2005. അതിന് ശേഷം എന്താ ഇപ്പോൾ 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ കാണാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പം എന്നും മോളുടെ മുടി കെട്ടിക്കൊടുത്തു വിടും എല്ലാം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം അവിടെ ഇവിടെ വലിച്ചു പറിച്ചിടും. ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ട്രാവൽ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2.5 hours കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ആക്ച്വലി റെസ്റ്റിന് ടൈമായി. അപ്പം എവിടെയെങ്കിലും സർവീസ് ഇതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് തട്ടുകടയും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ സർവീസ് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പം സർവീസ് സ്റ്റേഷൻ കിട്ടിയപ്പോൾ അവിടെ സ്റ്റാർബക്സ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു കോഫി വാങ്ങിച്ചു. പിന്നെ മോൾക്കൊരു മിനി റോൾസും. അങ്ങനെ അപ്പം ഏകദേശം എത്ര മണിയായി? 9:30 10 മണിയായി. 10 മണിയല്ല, 10 മണി കഴിഞ്ഞു. 10:30 ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ ഇത് അവരുടെ കോമ്പൗണ്ടാണ്. നല്ല ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അവിടുത്തെ ക്ലൈമറ്റ് ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തെ ക്ലൈമറ്റ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഒന്നും കൂടെ നല്ല കോൾഡാണ്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ജാക്കറ്റൊന്നും ഇടാതെ തന്നെ നടക്കാം. അതേപോലത്തെ ഒരു ക്ലൈമറ്റായിരുന്നു. ഞങ്ങൾ ഏകദേശം 4 o'clock ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആക്ച്വലി ഞങ്ങൾക്ക് വേറൊരു ഷോപ്പിലും പോകണമായിരുന്നു മോളുടെ കുറച്ച് യൂണിഫോമൊക്കെ കളക്ട് ചെയ്യാൻ. അപ്പം ഏകദേശം 4:30 ആയി ഷോപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം. അപ്പം 4.5 hours ജേർണി കാണിച്ചിരുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലത്തെ പോലെ അല്ല. സ്പീഡ് എത്രയാണോ കാണിക്കുന്നത് ആ സ്പീഡിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 10:30 ആയി ഞങ്ങൾ റീച്ച് ആയപ്പോഴാണ്. പെട്ടെന്ന് രാത്രി ഞങ്ങൾ മീറ്റ് ചെയ്ത് എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ഉറങ്ങിയായിരുന്നു. പിന്നെ തനിഷ്കേനെ വിളിച്ചു. എന്നിട്ട് തങ്കുവിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. പിള്ളേരെല്ലാവരും കൂടെ രാവിലെ ഭയങ്കര കളിയായിരുന്നു, ഭയങ്കര ആക്റ്റീവായിരുന്നു. തനുവിൻ്റെ വീഡിയോ എടുക്കുക ആൻറ്റി. സുജിലും പിന്നെ പിള്ളേരുടെ കൂടെ കൂടാൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരൻ ഭയങ്കര ആക്റ്റീവാണ് കാര്യത്തിൽ. പാട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേദക്കുട്ടന് ജോഷ് കയറി. ഭയങ്കര ഡാൻസ്. ഇടയ്ക്ക് നോക്കുന്നുണ്ട് സ്റ്റെപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു സ്കൂളിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ പിന്നെ അടുത്തുള്ള പാർക്കിൽ പോയി പിള്ളേരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളും അവരുടെ ആ ഏരിയ ഒന്നും കണ്ടില്ല. ഞങ്ങൾ വന്നപ്പോൾ രാത്രിയായിരുന്നല്ലോ. കുട്ടികൾ ഏതായാലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു.
സുജിൽ പിന്നെ പിള്ളേരുടെ കൂടെ കളിക്കുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് ജോളിയായിട്ടിരിക്കുമായിരുന്നു. തങ്കുവും തനുവും കൂടെ അതിൽ കളിക്കുന്ന കണ്ടിട്ട് വേദു ഭയങ്കര ബഹളമായിരുന്നു. വേദുവിനും കളിക്കണമെന്ന് പറഞ്ഞു നിൽക്കുന്ന നിപ്പിൽ ഓടി വരുന്നുണ്ട്. ഏതിന്റെ ഏജിലുള്ള സ്ലൈഡ് ഉണ്ട് അവിടെ കണ്ടോ? ചെറിയ സ്ലൈഡ് ഉണ്ട്. നല്ല പ്ലസന്റ് ഡേ ആയിരുന്നു. സ്വിങ്ങിൽ കളിക്കാൻ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ആക്ച്വലി നല്ല കാറ്റുണ്ടായിരുന്നു, വെയിലും ഉണ്ട്. പക്ഷെ അത്യാവശ്യം നമുക്ക് സഹിക്കാവുന്ന വെയിലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാലത്തെ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു ഞങ്ങൾ 4 പേരും കൂടെ. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ കളിക്കുന്നത് നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു കസിനെ മീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് രാവിലെ പോയിട്ട്. പക്ഷെ അവനെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ലായിരുന്നു. 1 hour ജേർണി ഉള്ളായിരുന്നു അവിടുന്ന്. പിള്ളേർ ഏതായാലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നാമത് തങ്കു ഇവിടെ വന്നിട്ട് കുറേ ബോറടിച്ചിരിക്കുമായിരുന്നു. അപ്പോഴേക്കും ഉച്ചയായി. പിന്നെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു നമുക്ക് മെക്ഡൊണാൾഡിൽ പോയി ലഞ്ച് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു. എൻ്റെ ആക്രാന്തം കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ഗൈസ്. നല്ല വിശപ്പുണ്ടായിരുന്നു. മെക്ഡൊണാൾഡിലെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനങ്ങനെ സാറിന് മെക്ഡൊണാൾഡിൽ പോകാറില്ല. ഞാൻ UK വന്നിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും ഫുഡ് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അവരുടെ വീട്ടിലോട്ട് പോയി. കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ പറയുമ്പോഴേ ഞങ്ങൾ അറിയുന്നത് ഇവിടെ കാർ സീറ്റ് കമ്പൽസറി. അപ്പം അവർ ഫോട്ടോ എങ്ങാനും എടുത്തു കഴിഞ്ഞാൽ ക്യാമറയിലെങ്ങാനും പതിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ സുജിലും കവിതയുടെ ഹസ്ബൻഡും കൂടെ അടുത്തുള്ള കടയിൽ തന്നെ പോയിട്ട് കിഡ്സിൻ്റെ കാർ സീറ്റ് വാങ്ങിച്ചു, ഫിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവരുടെ വീട്ടിൽ പോയി ചായ കുടിയെല്ലാം കഴിഞ്ഞു. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷം കവിതേനെ മീറ്റ് ചെയ്യാൻ പറ്റി, അതും ഫാമിലിയായിട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ യാത്ര തിരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.